Hi students, welcome to the lecture. We will be dealing with development and non-developmental expenditure. So without much delay, let's move on to the topic. Development expenditure. Developmental expenditure refers to the expenditure of the government which helps in economic development by increasing production and real income of the country. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ്. ഹൗ? ബൈ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു ഒരു കൺട്രിയുടെ എങ്കിൽ അത് നമുക്കൊരു ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാം. ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എക്സ്പെൻഡിച്ചറാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ ഇൻക്രീസസ് ദ റിയൽ ഇൻകം. It increases the production and increases the real income and thereby contributing to the economic development of a country. Some people call it productive expenditure because it helps in increasing the production and productivity of a country. ചിലർ ഈ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിനെ പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്നാണ് വിളിക്കുന്നത്. വൈ ഇറ്റ് ഈസ് സോ? ബിക്കോസ് ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഇക്കോണമിയുടെ പ്രൊഡക്ഷനും അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിനെ പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്നും വിളിക്കുന്നത്. ഓക്കെ. Then, developmental expenditure on revenue is divided into developmental expenditure on revenue account and developmental expenditure on capital account. അതായത് ഈ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ റവന്യൂ അക്കൗണ്ട് എന്നും ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പറഞ്ഞ് ഇതിന് രണ്ട് ഡിവിഷനും കൂടി വരുന്നുണ്ട്. ഇറ്റ്സ് മെയിൻലി റൈസിങ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓൾസോ റിയൽ ഇൻകം ഓഫ് ദി പീപ്പിൾ. ഓക്കെ. Non-developmental expenditure. It refers to those expenditure of the government which does not directly help in economic development of the country. Non-developmental expenditure എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ അല്ല നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ബട്ട് ഇറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ഡയറക്ട്ലി ടു ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. കോസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് ടാക്സ്, കോസ്റ്റ് ഓഫ് ഓഡിറ്റ്, printing of notes, internal law and order, expenditure on defense etc. are treated as non-developmental expenditure. സോ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് വരുന്നത് ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് ഏൺ ചെയ്തിരിക്കുന്ന കോസ്റ്റ്, ഓഡിറ്റിൻ്റെ കോസ്റ്റ്, നോട്ട്സ് പ്രിൻറ്റ് ചെയ്യാൻ നേരം ഉണ്ടാവുന്ന കോസ്റ്റ്, അതേപോലെ ഇൻറ്റേർണൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ്, എക്സ്പെൻഡിച്ചർ ഓൺ ഡിഫൻസ് എക്സെട്ര ആർ ട്രീറ്റഡ് ആസ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ പെൻഷൻ ടു റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയീസ്, നോൺ ഡെവലപ്മെൻറ്റൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി. അതായത് എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിന് ഡയറക്റ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത എക്സ്പെൻഡിച്ചറാണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ മേ ബി നോൺ ഡെവലപ്മെൻറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് പറഞ്ഞു ഡെവലപ്മെൻറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചറുണ്ട്, ഡെവലപ്മെൻറ്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുണ്ട്. അതേപോലെ തന്നെ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിനും നോൺ ഡെവലപ്മെൻറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, നോൺ ഡെവലപ്മെൻറ്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഓക്കെ. ഈ സ്ലൈഡിൽ നമ്മൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയും ഡിഫറൻസസ് ആണ് നോക്കുന്നത്. On the basis of meaning, developmental expenditure is the expenditure on the activities which is directly related to the economic and social development of the country. ആസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രിക്ക് വേണ്ടിയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ മീനിങ് എന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് ഓൺ ദി എസെൻഷ്യൽ ജനറൽ സർവീസസ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇക്കോണമിയുടെ ജനറൽ സർവീസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് പേ ചെയ്തിരിക്കുന്ന എക്സ്പെൻഡിച്ചറാണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നതിനൊരു കോസ്റ്റ് ഉണ്ട്, ഓഡിറ്റിനൊരു കോസ്റ്റ് ഉണ്ട്, അതുപോലെ നോട്ട്സ് പ്രിൻറ്റ് ചെയ്യുന്നതിനായിട്ടുള്ളൊരു കോസ്റ്റ് ഉണ്ട്. സോ അങ്ങനെ ഗവൺമെൻറ് ജനറൽ സർവീസസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കോസ്റ്റാണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഇൻക്ലൂഷൻ? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് പ്ലാൻ എക്സ്പെൻഡിച്ചർ ഓൺ ഡിപ്പാർട്ട്മെൻറ്റൽ എൻ്റർപ്രൈസസ് ഓഫ് ഗവൺമെൻറ് ലൈക്ക് റെയിൽവേസ്, പോസ്റ്റ്, ടെലിഗ്രാഫ്, അതിൻ്റെ അകത്തൊക്കെ, അതായത് എക്സ്പെൻഡിച്ചർ ഓൺ ഡിപ്പാർട്ട്മെൻറ്റൽ എൻ്റർപ്രൈസസ്.
ഇപ്പം റെയിൽവേസ്, പോസ്റ്റ്, ടെലിഗ്രാഫ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നോൺ ഡിപ്പാർട്ട്മെൻറ്റൽ ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ലൈക്ക് എയർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ എയർലൈൻസ്, അതൊക്കെ നോൺ ഡിപ്പാർട്ട്മെൻറ്റൽ ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ആണ്. സോ അതിൻ്റെയും പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ലോൺസ് ബൈ ദ ഗവൺമെൻറ് ടു നോൺ ഡിപ്പാർട്ട്മെൻറ്റൽ എൻ്റർപ്രൈസസ് ഫോർ ദ പർപ്പസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് നോൺ ഡിപ്പാർട്ട്മെൻറ്റൽ എൻ്റർപ്രൈസസിന് ഗവൺമെൻറ് ലോൺസ് സപ്ലൈ ചെയ്യും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ആ ലോൺസ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് കണക്കാക്കുന്നത്? പ്ലാൻ എക്സ്പെൻഡിച്ചർ ഓൺ ഡെവലപ്മെൻറ്റൽ എൻ്റർപ്രൈസസ് ഓഫ് ഗവൺമെൻറ്, plan expenditure on developmental enterprises of government, plan expenditures on non-developmental enterprises of government, loans given to the non-enterprises areas for the purpose of development. Okay, then non-developmental expenditure അകത്ത് എന്തൊക്കെയാണ്? ഡിഫൻസിനകത്തുള്ള എക്സ്പെൻഡിച്ചേഴ്സ്, അതേപോലെ എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ദി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ബൈ ഗവൺമെൻറ്, എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ടാക്സ് കളക്ഷൻ, അതുപോലെ തന്നെ സബ്സിഡീസ് ഓൺ ഫുഡ് ആൻഡ് കൺട്രോൾഡ് ക്ലോത്ത് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പുവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നോൺ ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നത്? എക്സ്പെൻഡിച്ചർ ഓൺ ഡിഫൻസിൻ്റെ അകത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഉണ്ട്, ടാക്സ് കളക്ഷൻസ് ഉണ്ട്, സബ്സിഡീസ് ഉണ്ട്. ഇതൊക്കെയാണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് വരുന്നത്. എന്തൊക്കെയാണ്? ഡിഫൻസ്, ഇൻട്രസ്റ്റ്, ടാക്സ്, സബ്സിഡീസ്. ഓക്കെ, ദെൻ കോൺട്രിബ്യൂഷൻ ഓഫ് ഡെവലപ്മെൻറ്റൽ expenditure. Developmental expenditure directly contributes to the development of the country as it directly adds to the flow of goods and services. അതായത് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? ഇറ്റ് ആഡ്സ് ടു ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്? ഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഫോർ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിങ് ഇൻഡയറക്ട്ലി ടു ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. രണ്ടുപേരും ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ ഡയറക്ട്ലി സഹായിക്കുമ്പോൾ മറ്റൊരു എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഡയറക്ട്ലി ആണ് സഹായിക്കുന്നത്. ഇവരുടെ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോൺ ഡെവലപ്മെൻറ്റൽ എൻ്റർപ്രൈസസിലും ഡെവലപ്മെൻറ്റൽ എൻ്റർപ്രൈസസിലും നോൺ ഡെവലപ്മെൻറ്റ് എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലോൺസും ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് ഡിഫൻസ്, ഇൻട്രസ്റ്റ്, അതേപോലെ നമ്മുടെ ടാക്സ് കളക്ഷൻ, സബ്സിഡീസ് ഒക്കെയാണ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ ഫർദർ നീഡ് എനി ക്ലാരിഫിക്കേഷൻ, പ്ലീസ് റൈറ്റ് കമൻറ്റ്സ് in the comment box below so that I can clarify your doubts in a great detail. Thank you so much for watching. Please like, share and subscribe if you find it useful. Enjoy learning and God bless.